ആ ആ ആ രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ, തേടുവതും രാഗം നീ, ദേവനുവനുരാഗിയ അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുമ്പിൽ. പാടുവതും രാഗം നീ, തേടുവതും രാഗമ, ദേവനുമനുരാഗിയ അമ്പലപ്രാവേ. പ്രദക്ഷിണവീഥികൾ ഇടറി വിണ്ട പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൽ ശ്രീവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണവീഥികൾ ഇടറി വിണ്ട പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൽ ശ്രീവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ, തേടുവതും രാഗമ, ദേവനുവനുരാഗിയ അമ്പലപ്രാവേ. രജനികൾ നിദ്രയോടുമിടയവേ ഉള്ളിലുള്ള കോവിലിലെ നട തുറന്നു കിടന്നു. നിന്റെ നീലരജനികൾ നിദ്രയോടുമിടയവേ ഉള്ളിലുള്ള കോവിലിലെ നട തുറന്നു കിടന്നു. അന്നു കണ്ട നീയാരോ, ഇന്നു കണ്ട നീയാരോ, എല്ലാം എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ, തേടുവതും രാഗമ, ദേവനുവനുരാഗിയ അമ്പലപ്രാവേ. സംഗീതാതിര അസാധ്യമായിട്ട് പാടി, രണ്ടുപേരും നന്നായിട്ട് പാടി. ഓക്കെ, അതിനർത്ഥം മിസ്റ്റേക്സ് ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും പാട്ടിൽ രണ്ടുപേരും ഒരു പരിധിവരെയൊക്കെ ന്യായം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാടിയ പച്ചമാങ്ങ ആയിരുന്നു അല്ലേ, നിങ്ങളുടെ പേര് പാടിയ പാട്ട് അല്ലേ? അപ്പോൾ അതിൽ നിന്നും വേറെ ഒരു എക്സ്ട്രീമിലുള്ള പാട്ടാണ് അല്ലേ ശരിക്കും? ഇത് ക്ലാസിക്കൽ ബേസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം അതും വളരെ നന്നായിട്ട് തന്നെ പാടി. അന്നും പച്ചമാങ്ങ നന്നായിട്ട് തന്നെ പാടിയത്, ഇതിപ്പം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പക്ഷേ എനിക്ക് എവിടേക്കോ എനർജി ലെവൽ കുറച്ചൊന്ന് കുറേനായിട്ട് ഫീൽ ചെയ്തു. രണ്ടുപേരിലും കുറച്ചൊന്ന് ഡള്ളായിട്ട് നിൽക്കുന്ന മാതിരി ഫീൽ ചെയ്തു. വഴക്കുണ്ടാക്കിയിട്ടാണോ വന്നേ?
വഴക്കുണ്ടാക്കിയിട്ടാണോ വന്നത്? ഇല്ല. പക്ഷേ അത് എനിക്ക് തോന്നുന്നു പാട്ടിൽ നിങ്ങൾ അതിനും കൂടി ചേർത്ത് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഞാനൊന്നും വരച്ചില്ല കേട്ടോ സാർ. സത്യം എന്താ? അല്ല, വരയ്ക്കാത്തതിന് കാരണം എന്താ അറിയാം, നമ്മൾ അവിടുത്തെ പെർഫോമൻസ് അടിച്ചിട്ടാണ് ഇവിടെ വരയ്ക്കുക. അവിടെ ബോറടിച്ച് തുടങ്ങും തോറും നമ്മുടെ ലോറി വരയ്ക്കും, കുറച്ചുകൂടെ കുറയുമ്പോഴത്തേക്കും കാറാവും, സ്കൂട്ടറാവും. അപ്പോൾ ഇന്ന് ബോറടിച്ചില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇന്നൊന്നും വരച്ചിട്ടില്ല, അപ്പോൾ ബോറടിച്ചിട്ടില്ല. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ആതിര ആൻഡ് സംഗീത് അല്ലേ, നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, നന്നായി പാടി. പക്ഷേ ബാലുജി പറഞ്ഞ പോലെ എവിടെയോ ഒരു എനർജി ലെവൽ കുറച്ച് ഇടയിൽ എപ്പോഴോ കുറഞ്ഞ പോലെ തോന്നി. പക്ഷെ ടുവേർഡ്സ് എൻഡ് നന്നായിരുന്നു, അത് പിക്കപ്പ് ചെയ്ത് വന്നു, നന്നായിരുന്നു. സംഗീത്തിൻ്റെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നന്നായി പാടി. ഇനിയിപ്പോൾ കോമ്പറ്റീഷൻ എന്താ പറയുക, കുറച്ചുകൂടെ സ്ട്രോങ്ങറായി വരികയാണ്. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് കാണുക, നന്നായി പാടുക, ആൻഡ് ട്രൈ യുവർ ബെസ്റ്റ്. ബാലു പടം വരയ്ക്കണ കാര്യം പറഞ്ഞപ്പോഴേ ഒരാളുടെ മനസ്സിലവിടെ ഒരു മണിയടിക്കുന്നു. ആരുടെ മനസ്സിലാണ്? എന്ത് പണിയാണ്? എനിക്കൊന്ന് സംഗീതന്റെ മനസ്സിലാണെന്ന് തോന്നുന്നു. എന്ത് പറ്റി? സംഗീതമായിരുന്നല്ലോ ഇവിടെ മറ്റേ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇല്ല. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പച്ചമാങ്ങ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ, അത് പറയുന്നതിന് മുമ്പ് പറയാം, എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ രണ്ടുപേരുടെയും ഒരു മ്യൂസിക്കൽ ആസ്പെക്റ്റിൽ എനിക്ക് വലിയ തെറ്റുകളുണ്ടായിരുന്നുവെങ്കിലും വലിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ആതിര നന്നായിട്ട് പാടി, സംഗീതം നന്നായിട്ട് പാടി. പക്ഷേ കുറച്ച് ലോ രജിസ്റ്ററിലുള്ള ചില നോട്ട്സ് ചെറിയ പ്രശ്നം തോന്നി. പക്ഷേ ഓവറോൾ മ്യൂസിക്കൽ ആസ്പെക്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാൻ വന്ന കാര്യം ഞാൻ പറയാം. പച്ചമാങ്ങ പാടിയിരുന്ന സമയത്ത് സംഗീതിൻ്റെ എനർജി അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഇവിടെ ഉണ്ടായത് ആ ഒരു പോസിറ്റീവ് എനർജി അല്ല, ആ ഒരു ഡൾനെസ് അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യണ പോലെ എനിക്ക് തോന്നി. കാര്യം അതിന് കുറച്ചും കൂടി എനർജറ്റിക് ആയിരുന്നു. പക്ഷേ ഇവിടുന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പുഷ് കിട്ടണില്ല. അപ്പോൾ എനിക്ക് തോന്നിയത്, അതെനിക്കും തോന്നി. സംഗീത് സാധാരണ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര സ്റ്റേജിൽ ഭയങ്കര പെർഫോമൻസ് ആണ്. അത് ഇപ്രാവശ്യം കണ്ടില്ല. ആദ്യമായിട്ടാണ് സംഗീത് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണുന്നത്, അതെ, ഡള്ളായിട്ട്. അപ്പോൾ അത് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു, അല്ലേ, പ്രത്യേകിച്ച് സംഗീതത്തിൽ നിന്ന്. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കണം. അതിലെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടായിരുന്നു ആതിരയുടെ പെർഫോമൻസ്. പിന്നെ പറഞ്ഞ പോലെ ഈ പാട്ട് ഒരു ക്ലാസിക്കൽ ബേസുള്ള സംഭവമാണെങ്കിൽ കൂടെ കുറച്ചും കൂടി ആവാം. ഡാൻസ് കളിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, കുറച്ചുകൂടി മൂവ്മെൻറ്റ്സ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സോങ്ങിൻ്റെ പകുതി വരത്തേക്കും തല കൊണ്ടുള്ള പ്രകടനം മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലേ? രണ്ടുപേരും നന്നായിട്ട് തല കെട്ടുന്നുണ്ടായിരുന്നു. എനിവേ, എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇതിൻ്റെ ഒരു 70% എന്ന് പറയുന്നത് മ്യൂസിക്കൽ ആസ്പെക്റ്റാണ്. ആ ഒരു ആസ്പെക്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കുക നെക്സ്റ്റ് ടൈം. ഓൾ ദി ബെസ്റ്റ്.